വാണീഗുണാനുകഥനേ ശ്രവണൗ കഥായാം ഹസ്തൗ ച കർമ്മസു മനസ്തവ പാദയോർനഃ സ്മൃത്യാം ശിരസ്തവ നിവാസജഗത്പ്രണാമേ ദൃഷ്ടിഃ സതാം ദർശനേസ്തു ഭവത്തനൂനാം. ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം. ഹരേ കൃഷ്ണ. ഭാഗവതത്തിലെ 2-ാമത്തെ സ്കന്ധം, അതിലെ 6-ാമത്തെ അധ്യായം. ഈ അധ്യായത്തിൽ വിരാട് പുരുഷ വർണ്ണനം അല്ലെങ്കിൽ വിരാട് സ്വരൂപ വർണ്ണനം, പുരുഷ സൂക്ത അർത്ഥാനുസാരേണ വിരാട് സ്വരൂപ വർണ്ണനമാണ് ഇതിൽ. സഹസ്രശീരുഷ പുരുഷ, സഹസ്രാക്ഷ, സഹസ്രപാദ്, ഇങ്ങനെ എല്ലാ വേദങ്ങളിലും ഉള്ള പുരുഷ സൂക്തത്തിൽ കാണാം. അതിനെ വിസ്തരിക്കുകയാണ് ഈ ഒരു അധ്യായത്തിൽ. ജഡമായിരിക്കുന്ന അണ്ഡത്തിൽ പരമാത്മാവ് പ്രവേശിച്ചതോടെ അത് ഇളകാൻ തുടങ്ങി. ആ അണ്ഡം ഭേദിച്ച് അതിൽ നിന്നൊരു ചൈതന്യം പുറത്തു വന്നു. അതാണ് വിരാട് പുരുഷൻ. അദ്ദേഹത്തിൻ്റെ അവയവങ്ങളാണ് ഈ ജഗത്തിലെ ഓരോ വസ്തുവും. 14 ലോകങ്ങളും അദ്ദേഹത്തിൻ്റെ ശരീരമാണ്. ആ പുരുഷന് ആയിരക്കണക്കിന് തലകൾ, കണ്ണുകൾ, കൈകാലുകളും ഉണ്ട്. ഞാൻ ഞാൻ എന്ന ഈ വ്യവഹാരത്തിന് വിഷയമായ ചൈതന്യം അതെല്ലാ ജീവജാലങ്ങളിലുമുണ്ട്. പുഴുവായാലും പക്ഷിയായാലും മൃഗമായാലും ഒക്കെ അതിനും ഞാൻ എന്നുള്ള ചിന്ത ഉണ്ട്. അതുകൊണ്ടാണ് അനങ്ങണത്, ഇഴയണത്, നീങ്ങണതൊക്കെ. അതാ പരമാത്മാവിൻ്റെ അംശം തന്നെയാണ്. ദേവന്മാരിലും മനുഷ്യന്മാരിലും തിര്യക്കുകളിലും എല്ലാത്തിലുള്ള ആ ചേതനൻ ഒന്ന് തന്നെയാണ്, ആ പരമാത്മാവിൻ്റെ അംശമാണ്. അതുകൊണ്ട് തന്നെ ആ ജീവജാലങ്ങളുടെയൊക്കെ അംഗങ്ങൾ ഈ വിരാട് പുരുഷൻ്റെ അംഗങ്ങളാണ്. ഈ പ്രപഞ്ചത്തിൽ എത്ര തലകളുണ്ടോ, എത്ര കണ്ണുകളുണ്ടോ, കാതുകളുണ്ടോ, കൈകാലുകളുണ്ടോ, അതെല്ലാം വിരാട് പുരുഷൻ്റെ അവയവങ്ങളാണ്. അതാണ് ആയിരക്കണക്കിന് തലകൾ, ആയിരക്കണക്കിന് കാലുകൾ എന്നൊക്കെ പറയാൻ കാരണം. 1000 എന്ന് പറയുമ്പോൾ കൃത്യം 1000 എന്നല്ല അർത്ഥം, അന്തമില്ലാത്ത എന്നർത്ഥം. കണക്ക് പറയാൻ സാധിക്കില്ല. അത്രയും എത്ര ജീവജാലങ്ങളുണ്ട്, അതിനൊക്കെ എത്ര തലകളുണ്ട്, എത്ര കാലുകളുണ്ട്, എത്ര കൈകളുണ്ട്, അതൊക്കെ ആ ഭഗവാന്റെ കൈകൾ തന്നെ, ആ ഭഗവാന്റെ തലകൾ തന്നെ എന്നറിയാം. ഭഗവാനിൽ അന്യമായി ഒന്നുമില്ല എന്നുള്ളത് ബോധിപ്പിക്കുകയാണ് ഇവിടെ. ഭഗവാൻ സ്വയം തന്നിൽ തന്നെ, തന്നെക്കൊണ്ട് തന്നെ സൃഷ്ടി നടത്തുന്നു. എന്നൂടി പറയാം, ഭഗവാൻ സ്വയം തന്നിൽ തന്നെ, തന്നെക്കൊണ്ട് തന്നെ സൃഷ്ടി നടത്തുന്നു. ഇതുപോലെ സമുദ്രം തിരകളെ സൃഷ്ടിക്കും പോലെ സൂക്ഷ്മമായിട്ട് നോക്കിയാൽ, അറിവോടുകൂടി നോക്കിയാൽ ആ തിരകൾ സമുദ്രത്തിൽ നിന്ന് അന്യമല്ലാത്തതുപോലെ ഭഗവാനിൽ നിന്നുണ്ടായ ഈ പ്രപഞ്ചം അത് ഭഗവാനിൽ നിന്ന് അന്യമല്ല. നിന്നുണ്ടായി എന്നുള്ളത് നമുക്ക് തോന്നുകയാണ്. ഭഗവാനിൽ നിന്നുണ്ടായി എന്നുള്ളത് നമ്മളുടെ തോന്നലാണ്. അറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ മനസ്സിലാവും, തിരമാലല്ല, സമുദ്രം മാത്രമേ ഉള്ളൂ, ഇതുപോലെ ഈശ്വരൻ മാത്രമേ ഉള്ളൂ എന്ന് ബോധ്യാവും. അവിടേക്ക് ഉയർത്തുകയാണ് ഈ ഒരു അധ്യായം. വളരെ പ്രധാനപ്പെട്ട അധ്യായം. ശ്രദ്ധിച്ച് നോക്കാം നമുക്ക്. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ഷഷ്ഠോധ്യായഃ. ബ്രഹ്മോവാച. ബ്രഹ്മാവ് പറഞ്ഞു എന്നർത്ഥം. ആരോട് പറഞ്ഞു? പ്രകരണം മറന്നു പോരുത്, നാരദരോട് പറയുകയാണ്. നോക്കാം 1-ാമത്തെ ശ്ലോകം. വാചാം വഹ്നേർമുഖം ക്ഷേത്രം ഛന്ദസാം സപ്തധാതവഃ ഹവ്യകവ്യാമൃതാന്നാനാം ജിഹ്വാ സർവരസസ്യ ച. വാചാം വഹ്നേർമുഖം ക്ഷേത്രം ഛന്ദസാം സപ്തധാതവഃ ഹവ്യകവ്യാമൃതാന്നാനാം ജിഹ്വാ സർവരസസ്യ ച. എന്താ പറയണത്? വാചാം വഹ്നേഃ മുഖം ക്ഷേത്രം ഛന്ദസാം സപ്തധാതവഃ. ആ വിരാട് പുരുഷൻ്റെ മുഖത്തിൽ നിന്ന് വാക്കാകുന്ന ഇന്ദ്രിയവും വാക്കിൻ്റെ അധിഷ്ഠാന ദേവതയായ അഗ്നിയും ഉണ്ടായി. ശ്രദ്ധിക്കണേ, ആ ഭഗവാന്റെ അല്ലെങ്കിൽ വിരാട് പുരുഷൻ്റെ മുഖത്തിൽ നിന്ന് വാക്കാകുന്ന ഇന്ദ്രിയം, വാഗിന്ദ്രിയം ഉണ്ടായി. അതിനൊരു അധിഷ്ഠാന ദേവത ഉണ്ടല്ലോ, അതാണ് അഗ്നി, വാക്കിൻ്റെ ദേവത. അഗ്നിയും ഉണ്ടായി. എവിടെ നിന്നുണ്ടായി? വിരാട് പുരുഷൻ്റെ മുഖത്തിൽ നിന്നുണ്ടായി. മുഖം എന്ന് പറഞ്ഞാൽ വായ. അത് മാത്രമല്ല, പിന്നെന്താ പറഞ്ഞത്? ഛന്ദസ്സുകൾ. ഛന്ദസാം സപ്തധാതവ. വാചാം വഹ്നേഃ മുഖം, വാഗിന്ദ്രിയങ്ങൾക്കും, വഹ്നേഃ അഗ്നിക്കും മുഖവും. വിരാട് പുരുഷൻ്റെ മുഖം ആണതിന് ഉദ്ഭവസ്ഥാനം. പിന്നെയോ ഛന്ദസാം സപ്തധാതവ. ഛന്ദസ്സുകൾക്ക് സപ്തധാതുക്കളാണ് ഉദ്ഭവസ്ഥാനം. വിരാട് പുരുഷൻ്റെ സപ്തധാതുക്കൾ.
എന്താണ് ഛന്ദസ്സുകൾ എന്ന് പറഞ്ഞത് ഇവിടെ? ഗായത്രി, ഉഷ്ണിക്, അനുഷ്ടുപ്പ്, തൃഷ്ടുപ്പ്, ജഗതി, പങ്ക്തി. ഇത്രയാണ് ഛന്ദസ്സുകൾ എന്ന് പറയും. ഗായത്രി, തൃഷ്ടുപ്പ്, അനുഷ്ടുപ്പ്, ഉഷ്ണിക്, ബൃഹതി, ജഗതി. ഇങ്ങനെ എന്നൊരു പറയാം: ഗായത്രി, ഉഷ്ണിക്, അനുഷ്ടുപ്പ്, തൃഷ്ടുപ്പ്, ജഗതി, പങ്ക്തി, ബൃഹതി. ഇങ്ങനെ 7 ഛന്ദസ്സുകൾ. അതാണ് സപ്തധാതവഃ. ശ്ലോകത്തിൽ ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം എന്താണ് ധാതുക്കൾ എന്ന് അറിയണം വെച്ചാൽ ഛന്ദസ്സുകൾ എന്നേ പറഞ്ഞിട്ടുള്ളൂ. 7 ഛന്ദസ്സുകൾ. അതെവിടെ നിന്നുണ്ടായി? അത് വിരാട് പുരുഷൻ്റെ സപ്തധാതവഃ, സപ്തധാതുക്കളിൽ നിന്ന്. ഏതാ ഈ സപ്തധാതുക്കൾ? ത്വക്ക്, മാംസം, രക്തം, മേധസ്, അസ്ഥി, മജ്ജ, ശുക്ലം. അപ്പോൾ ഈ ഛന്ദസ്സുകൾ വിരാട് പുരുഷൻ്റെ ധാതുക്കളിൽ നിന്നുണ്ടായി അല്ലെങ്കിൽ ഉണ്ടാകുന്നു. പിന്നെയോ ഹവ്യം കവ്യം, ഹവ്യകവ്യ അമൃതാന്നാനാം. ഹവ്യം കവ്യം അമൃത്, ഇതൊക്കെ അന്നങ്ങളാണ്. ആരുടെ? ഹവ്യം എന്ന് പറഞ്ഞാൽ ഈ ദേവന്മാർ കഴിക്കുന്നതിനെയാണ് ഹവ്യം എന്ന് പറയുക. കവ്യം എന്ന് പറയുമ്പോഴോ അത് പിതൃക്കൾ കഴിക്കുന്നത്, പിതൃഭോജനം. മറ്റേതോ ദേവഭോജനം. അമൃത് പറഞ്ഞാൽ മനുഷ്യർ കഴിക്കുന്നത്, ദേവന്മാർക്കും പിതൃക്കൾക്കും കൊടുത്തതിൻ്റെ ബാക്കി പ്രസാദമായിട്ട് മനുഷ്യർ കഴിക്കുന്നത്, അതാണ് അമൃതം. ഇപ്പോൾ ഹവ്യം കവ്യം അമൃതം എന്നീ അന്നങ്ങൾക്കും സർവരസസ്യ, എല്ലാ രസത്തിനും പലതരത്തിലുള്ള രസങ്ങളുണ്ട്, ഷഡ്രസങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ട് പറയാം മധുരം, കയ്പ്, ഉപ്പ്, പുളി. ഇങ്ങനെയുള്ള രസങ്ങൾക്കും ദേവന്മാരുടെ അന്നമായ ഹവ്യം, പിതൃക്കളുടെ അന്നമായ കവ്യം, മനുഷ്യരുടെ അന്നമായ അമൃതം എന്നിവയും മധുരം, കയ്പ്, ഉപ്പ്, പുളി എന്നീ രസങ്ങളും നാവാകുന്ന ഇന്ദ്രിയവും വിരാട് പുരുഷൻ്റെ ജിഹ്വേന്ദ്രിയത്തിൽ നിന്ന് ഉണ്ടാകുന്നു. ജിഹ്വാച ക്ഷേത്രം. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഉത്ഭവസ്ഥാനം. ഇവിടെ അർത്ഥം അതാണ്, ഉത്ഭവസ്ഥാനം. വ്യക്തമായോ? ഈ പറഞ്ഞ കാര്യം വ്യക്തമായോ? വാഗിന്ദ്രിയങ്ങൾക്കും അഗ്നിക്കും വിരാട് പുരുഷൻ്റെ മുഖം ആണ് ഉദ്ഭവസ്ഥാനം. ഛന്ദസ്സുകൾക്ക് ഉദ്ഭവസ്ഥാനം വിരാട് പുരുഷൻ്റെ സപ്തധാതുക്കളാണ്. ഹവ്യം കവ്യം അമൃത് ഇതുപോലെ സർവ രസത്തിനും ഉത്ഭവസ്ഥാനം ആ വിരാട് പുരുഷൻ്റെ ജിഹ്വ ആണ്. ജിഹ്വ പറഞ്ഞ നാവ്. വ്യക്തമായില്ലേ? നോക്കാം രണ്ടാമത്തെ ശ്ലോകത്തിലേക്ക്. സർവാസൂനാം ച വായോശ്ച തന്നാസേ പരമായനേ അശ്വിനോരോഷധീനാം ച ഘ്രാണോ മോദപ്രമോദയോ. സർവാസൂനാം ച വായോശ്ച തന്നാസേ പരമായനേ അശ്വിനോരോഷധീനാം ച ഘ്രാണോ മോദപ്രമോദയോ. ആ വിരാട് പുരുഷൻ്റെ നാസികയിൽ നിന്നാണ് എല്ലാവരുടെയും മൂക്കുകൾ പോരാ, പ്രാണൻ, അപാനൻ, വ്യാനൻ, സമാനൻ, ഉദാനൻ എന്നീ പ്രാണങ്ങളുണ്ടാവുന്നത്. പിന്നെയോ ആ വിരാട് പുരുഷൻ്റെ ഘ്രാണേന്ദ്രിയത്തിൽ നിന്നാണ് അശ്വിനി ദേവന്മാർ, അതുപോലെ നെല്ല്, യവം മുതലായ ധാന്യങ്ങൾ, പിന്നെ ഗന്ധങ്ങൾ, സാധാരണവും വിശേഷപ്പെട്ടവയുമായ ഗന്ധങ്ങൾ, ഇതൊക്കെ ഉണ്ടായത് ആ വിരാട് പുരുഷൻ്റെ ഘ്രാണേന്ദ്രിയത്തിൽ നിന്നാണ്. ഇതാണ് പറഞ്ഞത്. സർവാസൂനാംശ്ച വായോശ്ച തന്നാസേ പരമായനേ. തന്നാസേ പരമായനേ. സർവാസൂനാം ച വായോഹ ച. സർവാസൂനാം, അസൂ പറഞ്ഞ പ്രാണൻ. സർവാസൂനാം സർവപ്രാണങ്ങൾക്കും, പ്രാണൻ, അപാനൻ, സമാനൻ, ഉദാനൻ, വ്യാനൻ ഈ പ്രാണങ്ങൾക്കും, വായോശ്ച വായുവിനും, തന്നാസേ ആ വിരാട് പുരുഷൻ്റെ നാസികാദ്വാരങ്ങൾ, പരമായനേ ഉത്ഭവസ്ഥാനം അല്ലെങ്കിൽ ഉത്തമസ്ഥാനങ്ങൾ, അശ്വിനോഹോ അശ്വിനീകുമാരന്മാർക്കും, ഓഷധീനാം ഔഷധികൾക്കും, മോദപ്രമോദയോഹോ സാമാന്യവും വിശേഷവുമായ ഗന്ധങ്ങൾക്കും, ഘ്രാണഹ പറയുമ്പം ഘ്രാണേന്ദ്രിയം അതാണ് ഉത്ഭവസ്ഥാനം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന്, നാസിക മൂക്ക്, ഘ്രാണേന്ദ്രിയം അത് വേറെ. ഇങ്ങനെയാണ് വർണ്ണിക്കുന്നത്, അത് ശ്രദ്ധിക്കണം. വിരാട് പുരുഷൻ്റെ നാസികയിൽ നിന്നാണ് എല്ലാവരുടെയും മൂക്കുകളുണ്ടായത്. പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ ഇതൊക്കെ അങ്ങനെ ഉണ്ടായതാണ്. എന്നാൽ ഘ്രാണേന്ദ്രിയം, ആ ഇന്ദ്രിയത്തിൽ നിന്നാണ് അശ്വിനി ദേവന്മാർ, പിന്നെ നെല്ല്, യവ മുതലായ ധാന്യങ്ങൾ ഒക്കെ ഉണ്ടായത്. ഇത് ശ്രദ്ധിക്കണം. കണ്ണുകൾ, പിന്നെയോ അതിൻ്റെ ഇന്ദ്രിയങ്ങൾ, ചക്ഷുരിന്ദ്രിയം, ഇങ്ങനെ വേറെ വേറെ കാണണം.
ഭഗവാന്റെ നേത്രങ്ങൾ, അതുപോലെ ഇന്ദ്രിയം, ഇങ്ങനെ വേറെ വേറെയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി പറയും കാതുകളിൽ നിന്ന് ഇന്നതുണ്ടായി, പിന്നെയോ ശ്രോത്രേന്ദ്രിയത്തിൽ നിന്ന് ആകാശമുണ്ടായി, ഇങ്ങനെ വർണ്ണിക്കും. അപ്പോൾ കാത് വേറെ, ശ്രോത്രേന്ദ്രിയം വേറെ, ഇങ്ങനെയാണ് അത് വർണ്ണിക്കുന്നത്. നമുക്ക് ചെവിയുള്ളതുകൊണ്ട് മാത്രം കാര്യമില്ല, കേൾക്കാൻ പറ്റണുണ്ടോ? ചെവി എന്നൊരു ചിത്രം അവിടെ ഉള്ളതുകൊണ്ട് കാര്യമില്ലല്ലോ. ആ ഒരു ശക്തി ആണ്, ഇന്ദ്രിയം ഉള്ളിലുണ്ട്, അപ്പോഴാണ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. അപ്പം ഇങ്ങനെ വർണ്ണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം ശ്രദ്ധിക്കുക. മൂന്നാമത്തെ ശ്ലോകം നോക്കാം. രൂപാണാം തേജസാം ചക്ഷുഃ ദിവസൂര്യസ്യ ചാക്ഷിണീ കർണൗ ദിശാം ച തീർത്ഥാനാം ശ്രോത്രമാകാശശബ്ദയോഃ. എന്താ പറയണത്? രൂപാണാം തേജസാം ചക്ഷുഃ, രൂപങ്ങൾക്കും പ്രകാശങ്ങൾക്കും ആ വിരാട് പുരുഷൻ്റെ നേത്രേന്ദ്രിയവും, ദിവഹ സൂര്യസ്യ ച അക്ഷിണി, ദിവഹ സ്വർഗം, സ്വർഗത്തിനും സൂര്യനും, അക്ഷിണി ആ വിരാട് പുരുഷൻ്റെ നേത്രഗോളങ്ങളും, ദിശാം തീർത്ഥാനാം ച കർണവും, ദിക്കുകൾക്കും തീർത്ഥങ്ങൾക്കും ആ വിരാട് പുരുഷൻ്റെ കാതുകളും, ആകാശശബ്ദയോഹോ, ആകാശത്തിനും ശബ്ദത്തിനും ശ്രോത്രം ശ്രവണേന്ദ്രിയവും കാരണമായി എന്നാണ്. കണ്ണുകൾ, രൂപങ്ങൾ, ചന്ദ്രൻ മുതലായവ ആ വിരാട് പുരുഷൻ്റെ ചക്ഷുരിന്ദ്രിയത്തിൽ നിന്നുണ്ടായി. നേത്രം വേറെ, ചക്ഷുരിന്ദ്രിയം വേറെ, ഇങ്ങനെ വേറെ വേറെ ആയിട്ടാണ് കാണുന്നത് ഇവിടെ. നേത്രങ്ങളിൽ നിന്ന് സൂര്യനും സ്വർഗവും ഉണ്ടായി. ആ വിരാട് പുരുഷൻ്റെ കാതുകളിൽ നിന്ന് ദിക്കുകളുണ്ടായി, തീർത്ഥങ്ങളുണ്ടായി. ശ്രോത്രേന്ദ്രിയത്തിൽ നിന്ന് ആകാശവും ശബ്ദവും ഉണ്ടായി എന്നർത്ഥം. നാലാമത്തെ ശ്ലോകം നോക്കുക. ആവർത്തനം കുറയ്ക്കുന്നുണ്ട്. വ്യക്തമായിട്ട് മനസ്സിലാവാത്തവർ 1-2 പ്രാവശ്യം ഇത് കേൾക്കുക, ആവർത്തിച്ച് കേൾക്കുക, അപ്പോൾ വ്യക്തമാവും. മൂന്നാമത്തെ ശ്ലോകം കണ്ടു. നാലാമത്തെ ശ്ലോകം നോക്കാം. തദ്ഗാത്രം വസ്തുസാരാണാം സൗഭഗസ്യ ച ഭാജനം ത്വഗസ്യ സ്പർശവായോശ്ച സർവമേധസ്യ ചൈവഹി. തദ്ഗാത്രം വസ്തുസാരാണാം സൗഭഗസ്യ ച ഭാജനം ത്വഗസ്യ സ്പർശവായോശ്ച സർവമേധസ്യ ചൈവഹി. തദ്ഗാത്രം വസ്തുസാരാണാം സൗഭഗസ്യ ച ഭാജനം, സൗഭഗസ്യ ച തദ്ഗാത്രം ഭാജനം. സൗഭഗം സൗന്ദര്യം എന്നർത്ഥം, അഴക്. ആ വിരാട് പുരുഷൻ്റെ ശരീരം എല്ലാ വസ്തുക്കളുടെയും സാരങ്ങൾക്കും സൗന്ദര്യത്തിനും ഇരിപ്പിടമാണ് എന്നർത്ഥം. തദ്ഗാത്രം വസ്തുസാരാണാം, പദാർത്ഥങ്ങളുടെ സാരാംശങ്ങൾക്ക്. വസ്തുസാരാണാം സൗഭഗസ്യ ച തദ്ഗാത്രം ഭാജനം. ആ വിരാട് പുരുഷൻ്റെ ശരീരം എല്ലാ വസ്തുക്കളുടെയും സാരങ്ങൾക്കും സൗന്ദര്യത്തിനും ഭാജനമാണ്, ഇരിപ്പിടമാണ്. പിന്നെയോ ത്വഗസ്യ സ്പർശവായോശ്ച സർവമേധസ്യ ചൈവഹി. ത്വഗസ്യ ത്വക്കാകുന്ന ഇന്ദ്രിയത്തിൽ നിന്ന് സ്പർശം, വായു, എല്ലാവിധ യാഗങ്ങൾ എന്നിവ ഉണ്ടായി. അതാണ് പറയുന്നത്. സ്പർശവായോഹോ ച സർവമേധസ്യ ച അസ്യ ത്വക്ക് ഏവഹി. സ്പർശനേന്ദ്രിയത്തിനും വായുവിനും, സ്പർശനേന്ദ്രിയം എന്ന് പറഞ്ഞാൽ ത്വക്ക്, വായുവിനും സമസ്ത യജ്ഞത്തിനും ഈ വിരാട് പുരുഷൻ്റെ ത്വഗീന്ദ്രിയം ജന്മസ്ഥാനമാണ്, അല്ലെങ്കിൽ ഉത്ഭവസ്ഥാനമാണ് എന്നർത്ഥം. വിരാട് പുരുഷൻ്റെ ശരീരം എല്ലാ വസ്തുക്കളുടെയും സാരങ്ങൾക്കും സൗന്ദര്യത്തിനും ഇരിപ്പിടമാണ്. ത്വക്കാകുന്ന ഇന്ദ്രിയത്തിൽ നിന്ന് സ്പർശം, വായു, എല്ലാവിധ യാഗങ്ങൾ എന്നിവ ഉണ്ടായി. വിരാട് പുരുഷൻ്റെ ശരീരം, പിന്നെ ത്വഗിന്ദ്രിയം വേറെ വേറെ പറയണം. ശരീരത്തിൽ നിന്ന്, അല്ലെ ത്വക്കിൽ നിന്ന് എല്ലാ വസ്തുക്കളുടെയും സൗന്ദര്യം ആണ്, അതിനിരിപ്പിടം ആണ് ഈ ത്വക്ക്. ത്വഗീന്ദ്രിയമോ അതിൽ നിന്നാണ് സ്പർശം, വായു,
പിന്നെ യാഗങ്ങൾ ഒക്കെ ഉണ്ടായത്. നൂരി വായിക്കാം 4-ാമത്തെ ശ്ലോകം. തദ്ഗാത്രം വസ്തുസാരാണാം സൗഭഗസ്യ ച ഭാജനം ത്വഗസ്യ സ്പർശവായോശ്ച സർവമേധസ്യ ചൈവ ഹി. 5-ാമത്തെ ശ്ലോകം നോക്കാം. രോമാണ്യുദ്ഭിജ്ജജാതീനാം യൈർവാ യജ്ഞസ്തു സംഭൃതഃ കേശശ്മശ്രുനഖാന്യസ്യ ശിലാലോഹാഭ്രവിദ്യുതാം. രോമാണ്യുദ്ഭിജ്ജജാതീനാം യൈർവാ യജ്ഞസ്തു സംഭൃതഃ കേശശ്മശ്രുനഖാന്യസ്യ ശിലാലോഹാഭ്രവിദ്യുതാം. എന്താ പറയണത്? ആ വിരാട് പുരുഷൻ്റെ രോമങ്ങളിൽ നിന്ന് യജ്ഞത്തിന് ഉപയോഗിക്കേണ്ടതായ സസ്യങ്ങളുണ്ടായി. ആ ഭഗവാന്റെ അല്ലെങ്കിൽ വിരാട് പുരുഷൻ്റെ തലമുടിയിൽ നിന്ന് മേഘങ്ങളും താടി മീശ എന്നിവയിൽ നിന്ന് ഇടിയും മിന്നലും, ആ വിരാട് പുരുഷൻ്റെ നഖങ്ങളിൽ നിന്ന് ശിലകൾ, ലോഹങ്ങൾ എന്നിവയും ഉണ്ടായി. ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ കാണുന്നുണ്ടോ അതൊക്കെ ആ വിരാട് പുരുഷൻ്റെ അംഗങ്ങളായിട്ട് കാണുകയാണ്, ഭാവന ചെയ്യുകയാണ്. ശ്രദ്ധിക്കുക. അതാണ് ഇവിടെ വർണ്ണിച്ചത്. രോമാണ്യുദ്ഭിജ്ജജാതീനാം യൈർവാ യജ്ഞസ്തു സംഭൃതഃ കേശശ്മശ്രുനഖാന്യസ്യ ശിലാലോഹാഭ്രവിദ്യുതാം. 6-ാമത്തെ ശ്ലോകം നോക്കാം. ബാഹവോ ലോകപാലാനാം പ്രായശക്ഷേമകർമ്മണാം വിക്രമോ ഭൂർഭുവസ്വശ്ച ക്ഷേമസ്യ ശരണസ്യ ച. ബാഹവോ ലോകപാലാനാം പ്രായശക്ഷേമകർമ്മണാം വിക്രമോ ഭൂർഭുവസ്വശ്ച ക്ഷേമസ്യ ശരണസ്യ ച. ബാഹവോ ലോകപാലാനാം പ്രായശഃ ക്ഷേമകർമ്മണാം. പ്രായശഃ മിക്കവാറും എന്നർത്ഥം. പ്രായേണ ബാഹവഃ കൈകൾ, ക്ഷേമകർമ്മണാം ക്ഷേമകർമ്മങ്ങളോടുകൂടിയ, ലോകപാലാനാം ലോകപാലന്മാരുടെ, ഭൂർഭുവസ്വഃ ച ഭൂമിയാദി 3 ലോകങ്ങളുടെ, വിക്രമഃ പാദന്യാസം, ക്ഷേമസ്യ കിട്ടിയതിൻ്റെ സംരക്ഷണത്തിനും എന്നർത്ഥം, ശരണസ്യ രക്ഷ പ്രാപിക്കുന്നതിനും എന്നർത്ഥം. ഈ വിരാട് പുരുഷൻ്റെ കൈകൾ ലോകങ്ങളെ പാലിക്കുന്ന ലോകപാലന്മാരുടെ ഉൽപ്പത്തി സ്ഥാനമാകുന്നു. ലോകപാലന്മാർ എവിടെ നിന്നുണ്ടായി? ഭഗവാന്റെ കൈകളിൽ നിന്നുണ്ടായി. ഈ ഭഗവാന്റെ പാദന്യാസം ഭൂർലോകം, ഭുവർലോകം, സുവർലോകം ഇവയ്ക്കും, പിന്നെ കിട്ടിയതിനെ സംരക്ഷിക്കുക, അതാണ് ക്ഷേമം. പിന്നെ ഭയത്തിൽ നിന്ന് രക്ഷിക്കുക, പരിപാലത്തിനും സ്ഥാനമാകുന്നു ഭഗവാന്റെ പാദം. അതാണ് ഇവിടെ പറഞ്ഞത്. ഈ വിരാട് പുരുഷൻ്റെ കൈകളിൽ നിന്ന് ഇന്ദ്രൻ മുതലായ ലോകപാലന്മാരുണ്ടായി. ഭൂലോകം, ഭുവർലോകം, സ്വർഗലോകം എന്നിവ ഭഗവാന്റെ പാദന്യാസത്തിൽ നിന്ന്, കാൽവെപ്പിൽ നിന്ന് ഉണ്ടായി. വ്യക്തമായോ? ഏഴാമത്തെ ശ്ലോകം നോക്കാം. സർവകാമവരസ്യാപി ഹരേശ്ചരണ ആസ്പദം അപാം വീര്യസ്യ സർഗസ്യ പർജന്യസ്യ പ്രജാപതേഃ. സർവകാമവരസ്യാപി ഹരേശ്ചരണ ആസ്പദം അപാം വീര്യസ്യ സർഗസ്യ പർജന്യസ്യ പ്രജാപതേഃ. സർവകാമവരസ്യാപി ഹരേഃ ചരണ ആസ്പദം. ഹരേഃ ചരണ എന്നാണ്, ഹരിയുടെ ആ പാദം. സർവകാമവരസ്യാപി സകലങ്ങളായ അഭീഷ്ടങ്ങളെ വരിക്കുന്നതിനും ആസ്പദമാകുന്നു. അപാം ജലത്തിനും, വീര്യസ്യ ശുക്ലത്തിനും, സർഗസ്യ സൃഷ്ടിക്കും, പർജന്യസ്യ മേഘത്തിനും, പ്രജാപതിക്കും. ആ ഭഗവാന്റെ പാതാരവിന്ദങ്ങൾ എല്ലാവർക്കും ആശ്രയസ്ഥാനമാകുന്നു, എല്ലാവർക്കും ശരണം പ്രാപിക്കുവാൻ തക്കവയാണ് എന്നർത്ഥം.
അതാണ് പറഞ്ഞത്. സർവാഭീഷ്ടസിദ്ധിക്കും ആ പദാരവിന്ദങ്ങൾ കാരണമാണ്. വ്യക്തായില്ലേ? അപാം വീര്യസ്യ സർഗസ്യ പർജന്യസ്യ പ്രജാപതേ. അടുത്ത 8ാമത്തെ ശ്ലോകത്തിൽ എന്താ പറയണത്? പുംസഹ ശിഷ്ണ ഉപസ്ഥസ്തു പ്രജാത്യാനന്ദനിർവൃതേ പായുര്യമസ്യ മിത്രസ്യ പരിമോക്ഷസ്യ നാരദ. പുംസഹ ശിഷ്ണ ഉപസ്ഥസ്തു പ്രജാത്യാനന്ദനിർവൃതേ പായുര്യമസ്യ മിത്രസ്യ പരിമോക്ഷസ്യ നാരദ. ആ വിരാട് പുരുഷൻ്റെ ശിഷ്ണേന്ദ്രിയത്തിൽ നിന്ന്, ശിഷ്ണം, അതിൽ നിന്ന് എന്തുണ്ടായി? ജലവും വീര്യവും ആണ്. ഭഗവാന്റെ ശിഷ്ണേന്ദ്രിയത്തിൽ നിന്ന് ജലവും വീര്യവും സൃഷ്ടിയും ലോകങ്ങളും പ്രജാപതികളും ഉണ്ടായി. പിന്നെയോ ഉപസ്ഥമാകുന്ന ഇന്ദ്രിയം, അത് മൈഥുനത്തിൽ നിന്നുണ്ടാകുന്ന ആനന്ദത്തിന് കാരണമാണ്. ഭഗവാന്റെ പായു എന്ന ഇന്ദ്രിയത്തിൽ നിന്ന് യമനും മിത്രനും പിന്നെ മലവിസർജനവും ഉണ്ടാകുന്നു. എന്തൊക്കെ ഇവിടെ ഉണ്ടോ, പ്രപഞ്ചത്തിലുണ്ടോ, അതൊക്കെ ഭഗവത് സംബന്ധമായിട്ട് കാണുകയാണ്. അതാണ് ഈ ഒരു അധ്യായത്തിൻ്റെ താല്പര്യം. എന്തുണ്ടോ എല്ലാം ഇന്നതൊന്നുമില്ല, ഒന്നും മാറ്റി വയ്ക്കുന്നില്ല, നല്ലത് മോശം ഇങ്ങനെയൊന്നും വേർതിരിച്ച് കാണുന്നില്ല, ഒക്കെ ആ വിരാട് പുരുഷൻ തന്നെ. അതാണ് താല്പര്യം. ആ ഭഗവാന്റെ ശിഷ്ണ, ശിഷ്ണം, ഉപസ്ഥ തു, ഉപസ്ഥമാകട്ടെ, പ്രജാത്യാനന്ദ നിർവൃതേഹെ, പ്രജാർത്ഥമുള്ള ആനന്ദഹേതുകമായ ആ സുഖത്തിനും, പായുഹു, പായു എന്ന ഇന്ദ്രിയം, യമസ്യ മിത്രസ്യ പരിമോക്ഷസ്യ, യമനും മിത്രനും പിന്നെ പരിമോക്ഷസ്യ വിസർജനത്തിനും സ്ഥാനമാകുന്നു. നമ്മളത് കൂട്ടിയെടുക്കണം. സ്ഥാനമാകുന്നു എന്നുള്ളത് നമ്മൾ എല്ലാ ശ്ലോകത്തിലേക്ക് എടുക്കണം. വ്യക്തമായില്ലേ? 9ാമത്തെ ശ്ലോകം നോക്കാം. ഹിംസായ നിർഋതേർമൃത്യോഃ നിരയസ്യ ഗുദസ്മൃതഃ പരാഭൂതേരധർമ്മസ്യ തമസശ്ചാപി പശ്ചിമഃ. ഹിംസായാ നിർഋതേർമൃത്യോഃ നിരയസ്യ ഗുദസ്മൃതഃ പരാഭൂതേരധർമ്മസ്യ തമസശ്ചാപി പശ്ചിമ. എന്താ പറയണത്? ഹിംസായാഹ നിർഋതേഹ മൃത്യോഃ നിരയസ്യ ഗുദഃ സ്മൃതഃ. ഹിംസയ്ക്ക് നിർഋതഃ, മൃത്യോഃ നിരയസ്യ ഗുദഃ സ്മൃതഃ. ഹിംസായ, ഹിംസ, മൃത്യു, നരകം, ഇവിടെ സ്ഥാനമാണ് വിരാട് പുരുഷൻ്റെ ഗുദം ആണ്. ഹിംസ, മറ്റുള്ളവരെ ദ്രോഹിക്കുക, മൃത്യു, മരണം, നരകം, വിഷമം, ഇതൊക്കെ ഇതിനൊക്കെ സ്ഥാനമായിട്ടാണ് ഭഗവാന്റെ ഗുദം പറയണത്. അധർമ്മത്തിനും അപമാനത്തിനും അജ്ഞാനത്തിനും അതിൻ്റെ സ്ഥാനം വിരാട് പുരുഷൻ്റെ പിൻഭാഗം എന്ന് പറഞ്ഞ താല്പര്യം എന്താ? ഇതൊക്കെ നമ്മൾ ഒഴിവാക്കണം എന്നാണ്. ഇതിനൊക്കെ പിന്നിൽ വയ്ക്കണം. ഹിംസ, മൃത്യു, അധർമ്മം, അപമാനം, അജ്ഞാനം, അതൊക്കെ പിന്നിലാക്കുക, മുന്നിൽ വെക്കേണ്ടതല്ല. നമ്മളതിനല്ല നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് താല്പര്യം. ഹിംസായ നിർഋതേർമൃത്യോഃ നിരയസ്യ ഗുദസ്മൃതഃ പരാഭൂതേരധർമ്മസ്യ തമസശ്ചാപി പശ്ചിമഃ. പശ്ചിമഃ പിൻഭാഗം. 10ാമത്തെ ശ്ലോകം. നാഡ്യോ നദനദീനാം തു ഗോത്രാണാമസ്ഥി സംഹതി അവ്യക്തരസസിന്ധൂനാം ഭൂതാനാം നിധനസ്യ ച. നാഡ്യോ നദനദീനാം തു ഗോത്രാണാമസ്ഥി സംഹതി അവ്യക്തരസസിന്ധൂനാം ഭൂതാനാം നിധനസ്യ ച. എന്താ പറയണത്? നാഡ്യഃ നദനദീനാം, നദങ്ങൾക്കും നദികൾക്കും, നദം, നദി, ഇങ്ങനെ രണ്ടായിട്ട് പറയും. സംസ്കൃതത്തിൽ അങ്ങനെ പറയും.
പടിഞ്ഞാറോട്ട് ഒഴുകുന്നതിനെ നദങ്ങൾ എന്നാണ് പറയുക. കിഴക്കോട്ട് ഒഴുകുന്നതാണെങ്കിൽ അതിന് നദികൾ എന്ന് പറയും. നമ്മൾ പൊതുവെ ഒക്കെ നദികൾ എന്നാണ് പറയുക. പക്ഷേ ഇങ്ങനെ രണ്ട് തരത്തിൽ പറയാറുണ്ട്. പടിഞ്ഞാറായിട്ടാണ് ഒഴുക്കെങ്കിൽ അതിനെ നദങ്ങൾ എന്ന് പറയും, കിഴക്കോട്ടാണെങ്കിൽ നദി. അപ്പോൾ അതാണ് ഇവിടെ നദനദീനാം. നദങ്ങൾക്കും നദികൾക്കും നാഡ്യഹതു, ഭഗവാന്റെ നാഡികളാണ് അതിന് ഉത്ഭവസ്ഥാനം. ഭഗവാന്റെ നാഡിയിൽ നിന്നാണ് നദികളുണ്ടായത്. പിന്നെയോ ഗോത്രാണാം അസ്ഥി സംഹതി, പർവ്വതങ്ങൾ അത് ഭഗവാന്റെ അസ്ഥിയിൽ നിന്നുണ്ടായി. ആ വിരാട് പുരുഷൻ്റെ ഞരമ്പുകളിൽ നിന്നാണ് നദികളുണ്ടാകുന്നത്, അസ്ഥികളിൽ നിന്നാണ് പർവ്വതങ്ങൾ ഉണ്ടാകുന്നത്. ആ ഭഗവാന്റെ ഉദരത്തെ ആശ്രയിച്ചാണ് അവ്യക്തരസസിന്ധൂനാം ഭൂതാനാം നിധനസ്യ ച. ആ ഭഗവാന്റെ ഉദരത്തെ ആശ്രയിച്ച് 7 രസങ്ങളോടുകൂടിയ സമുദ്രങ്ങളും ഉദരം വിദിതം പുംസോ ഹൃദയം മനസഃപദം. 11ാമത്തെ ശ്ലോകം, ഒരു വരിയുള്ളൂ. ഉദരം വിദിതം പുംസോ ഹൃദയം മനസഃപദം. ആ പുരുഷൻ്റെ ഉദരം വയറ്, ഹൃദയം ഹൃദയസ്ഥാനം, മനസ്സഹ മനസ്സിൻ്റെ പദം സ്ഥാനം, ഇങ്ങനെ അറിയപ്പെട്ടിരിക്കുന്നു. പുരുഷൻ്റെ ഞരമ്പുകൾ നദങ്ങൾക്കും നദികൾക്കും സ്ഥാനമാകുന്നു. ഈ പുരുഷൻ്റെ അസ്ഥികൾ, എല്ലിൻകൂട്ടം, അത് പർവ്വതങ്ങൾക്ക് സ്ഥാനമാകുന്നു. ഈ പുരുഷൻ്റെ വയറ്, ഉദരം മുഖ്യമായ രസത്തിനും അതുപോലെ സമുദ്രങ്ങൾക്കും പ്രാണികൾക്കും പ്രളയത്തിനും സ്ഥാനമാകുന്നു. താല്പര്യം വിരാട്ടിൻ്റെ അല്ലെങ്കിൽ വിരാട് പുരുഷൻ്റെ ഞരമ്പുകളിൽ നിന്നാണ് നദികളുണ്ടാകുന്നത്, അസ്ഥികളിൽ നിന്നാണ് പർവ്വതങ്ങളുണ്ടാകുന്നത്. ഭഗവാന്റെ ഉദരത്തെ ആശ്രയിച്ചാണ് സമുദ്രങ്ങൾ ഉണ്ടാവുന്നത്. എല്ലാ ജീവജാലങ്ങളും അവയുടെ പ്രളയം അല്ലെങ്കിൽ മൃത്യു ഒക്കെ നിൽക്കുന്നത് ഈ ഭഗവാന്റെ കുക്ഷിയെ ആശ്രയിച്ചാണ്. വ്യക്തല്ലേ? ഇനി 12ാമത്തെ ശ്ലോകം. ധർമ്മസ്യ മമ തുഭ്യം ച കുമാരാണാം ഭവസ്യ ച വിജ്ഞാനസ്യ ച സത്വസ്യ പരസ്യാത്മാപരായണം. ധർമ്മസ്യ മമ തുഭ്യം ച കുമാരാണാം ഭവസ്യ ച വിജ്ഞാനസ്യ ച സത്വസ്യ പരസ്യാത്മാപരായണം. എന്താ പറയണത്? ആ വിരാട് പുരുഷൻ്റെ ചിത്തം ആണ്. പുരുഷൻ്റെ ചിത്തം, ആ വിരാട് പുരുഷൻ്റെ ചിത്തം ബ്രഹ്മാവാകുന്ന എനിക്കും നാരദനായ അങ്ങയ്ക്കും പോരാ, കുമാരാണാം സനകാദി മഹർഷികൾക്കും സനൽകുമാരന്മാർക്കും പിന്നെയോ ശ്രീ പരമേശ്വരനും വിജ്ഞാനത്തിനും ആശ്രയമായിരിക്കുന്നു. ആ ഭഗവാന്റെ ചിത്തം, ആ വിരാട് പുരുഷൻ്റെ ചിത്തം, അതിൽ നിന്നാണ് ധർമ്മത്തിൻ്റെ അധിഷ്ഠാന ദേവതയ്ക്കും എനിക്കും നിങ്ങൾക്കും സനകാദികളായ കുമാരന്മാർക്കും രുദ്രനും വിജ്ഞാനത്തിനും സത്വത്തിനും മുഖ്യസ്ഥാനമാകുന്നു ഭഗവാന്റെ ചിത്തം എന്നർത്ഥം. വ്യക്തമായില്ലേ? ധർമ്മസ്യ ധർമ്മത്തിനും തുഭ്യം നിങ്ങൾക്കും കുമാരാണാം കുമാരന്മാർക്കും ഭവസ്യ പരമേശ്വരനും വിജ്ഞാനസ്യ വിജ്ഞാനത്തിനും സത്വസ്യ ച സമ്പത്തിനും പരസ്യ പരൻ്റെ ആത്മാ ചിത്തം പരായണം ഉത്ഭവസ്ഥാനം അല്ലെങ്കിൽ പരമായ സ്ഥാനം അർത്ഥം. വിരാട് പുരുഷൻ്റെ ചിത്തം ബ്രഹ്മാവാകുന്ന എനിക്കും നാരദനായ അങ്ങയ്ക്കും സനകാദി മഹർഷീശ്വരന്മാർക്കും പരമേശ്വരനും പരമമായ ജ്ഞാനത്തിനും ആശ്രയമായിരിക്കുന്നു എന്ന് താല്പര്യം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീശാഃ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.